ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടേസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റോൾസിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി ഒരു സോസിൻ്റെയും അതേപോലെ തന്നെ ചൂട് ചായയുടെയും കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒലിവ് ഓയിലാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ചെറിയ ജീരകം, വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെയും ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അത്രത്തോളം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറി വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള 2 സവാള നീളത്തിലല്ല ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന സവാള ഒരുപാട് അങ്ങ് വഴന്നു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ സവാളയും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് പതുക്കെ കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വഴന്നു പോകരുത്, പതുക്കെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇട്ട പച്ചയിൽ നിന്ന് പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങൊന്നുമല്ല, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചക്കറികളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. കൂടെ തന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഗ്രീൻ പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് അങ്ങ് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് വന്നോളൂ. അപ്പോൾ അതൊക്കെയും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചക്കറികളുടെ കൂടെ വേണമെങ്കിൽ ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റ് 2 പൊടികളും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് വെന്തും പോയിട്ടില്ല, എന്നാൽ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സോസുകളാണ്. അപ്പോൾ ആ സോസിൻ്റെ ടേസ്റ്റാണ് ഇതിനകത്തേക്ക് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ റെഡ് ചില്ലി സോസും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ സോയാ സോസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഗരം മസാലയും അതേപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് ചേർത്താൽ മതി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നതിലേക്ക് ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല എന്ന് പറയുന്നത്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്യാനുള്ള ചെറിയൊരു പാട് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ളൂ. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഒരു മാവ് തയ്യാറാക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടി ലൂസാക്കി വേണം നമ്മളിത് എടുക്കാനായിട്ട്. കണ്ടതായി ഇതേപോലെ നമ്മുടെ പാനിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒട്ടും തന്നെ കനമില്ലാത്ത ഒരു അപ്പത്തിൻ്റെ പരുവത്തിൽ കിട്ടാൻ പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഒരു ചെറിയ അപ്പം പോലെ അതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ അതിനായിട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇതിനകത്തേക്ക് ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ ഓയിലും നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ തവി വീതം വെച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പം നമ്മൾ ഈ അപ്പം റെഡിയാക്കി എടുക്കുന്നത് ഒട്ടും തന്നെ കനത്തിലാവരുത്, തീരെ കനം കുറച്ച് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കനം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസിപ്പിയും അത്ര നന്നായിട്ട് വരില്ല. അതുകൊണ്ടാണ് തീരെ കനം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും കനം കുറച്ച് വേണം ചെയ്യാനെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വശം ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മറുവശവും പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. കേട്ടതാ, രണ്ട് വശം കളറൊന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല. അപ്പോൾ രണ്ട് വശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ അപ്പവും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടും തന്നെ സമയവും വേണ്ട, എന്നാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഒട്ടും തന്നെ കനമില്ലാതെ തീരെ നൈസായിട്ട് നമുക്ക് രണ്ട് വശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഓരോ അപ്പം വീതം എടുത്ത് തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കതിൻ്റെ നടുക്കിലേക്ക് വെച്ച് കൊടുക്കാം. മസാല ഒരുപാട് അങ്ങ് കൂടി പോകരുത്, അപ്പോൾ ഫില്ല് ചെയ്യാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിതിൻ്റെ 4 വശവും നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. കണ്ടതാ, പതുക്കെ വേണം ചെയ്യാനായിട്ട്, ഒരുപാട് ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ അപ്പം പോലെ ചുട്ടെടുത്തതിൻ്റെ കനം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കനം കുറച്ചാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് രണ്ട് വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാകത്തിന് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ മടക്കി വെച്ച ഭാഗം വേണം നമ്മൾ ആദ്യം തന്നെ ഓയിലിലേക്ക് വെക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു വശം റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, മടക്ക് വന്ന ഭാഗമൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങ് വിട്ടോ അങ്ങനെയൊന്നും തന്നെ പോന്നിട്ടില്ല. കണ്ടോ, നല്ല ഷേപ്പിലും എന്നാൽ നല്ല ഭംഗിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. ഗ്യാസ് എപ്പോഴും ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്, ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പാനിലേക്ക് വെക്കുന്നത് ഓരോന്ന് വെച്ച് ചെയ്യുകയായിരിക്കും നല്ലത്. രണ്ടെണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടെണ്ണം കൂടി നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ എല്ലാ ഫില്ലിങ്ങും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന നേരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് കഴിക്കുമ്പോൾ തന്നെയാണെങ്കിലും നല്ല ചൂടോടുകൂടി സോസിൻ്റെ കൂടെയൊക്കെ വേണം കഴിക്കാനായിട്ട്. അപ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കും ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തണുത്ത് പോയി കഴിഞ്ഞാൽ ക്രിസ്പി ഫീൽ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ എന്നെ അറിയിക്കണേ. ഒപ്പം തന്നെ ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഹെൽത്തി റെസിപ്പിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.